Hi friends, Assalamu alaikum. Welcome back to my channel Mymoonz Kitchen. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി റെസിപ്പിയാണ് കാണിക്കുന്നത്. ബിരിയാണി ഓർ ഇറച്ചിച്ചോറ് എന്ന് പറയാം. ഇറച്ചിച്ചോറ് സാധാരണ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് നല്ല കളർഫുൾ ആയിട്ട് പൊടികളൊക്കെ ചേർത്തിട്ടല്ലേ ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു റെസിപ്പിയിൽ അതൊന്നും തന്നെ ചേർക്കുന്നില്ല. ഒരു പൊടികളും ചേർക്കാതെ നല്ല വൈറ്റ് കളറിലുള്ള ബിരിയാണിയാണ്. ബിരിയാണി ഓർ ഇറച്ചിച്ചോറ് എന്ന് നമുക്ക് പറയാം. ചിലർക്ക് പൊടികളൊന്നും ഇല്ലാത്ത ആ ഒരു ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കുള്ള ഒരു റെസിപ്പിയാണിത്. വൈറ്റ് ചിക്കൻ ബിരിയാണി ഓർ വൈറ്റ് ഇറച്ചിച്ചോറ് എന്ന് നമുക്കിതിനെ പറയാം. അടിപൊളിയാണ്, വളരെ സിമ്പിളാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാം, സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പം വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് മൈമൂൺസ് കിച്ചൺ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അടിച്ചങ്ങ് പൊട്ടിക്കുക. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ? കം. അപ്പോൾ ഈ ഒരു ബിരിയാണി ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കനിലാണ്. ചിക്കൻ അല്ലാണ്ട് നമുക്ക് ബീഫിലും മട്ടണിലും ഈ സെയിം റെസിപ്പി ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം ചിക്കൻ്റെ ഒരു മസാല റെഡിയാക്കണം. എന്നിട്ട് റൈസ് ഉണ്ടാക്കിയതിന് ശേഷം രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അതെങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ ആദ്യം മസാല റെഡിയാക്കുക. അതിനായിട്ട് ഞാനൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മെൽറ്റാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക 2 പീസ് വെച്ചിട്ട് ചേർത്ത് കൊടുക്കാം. 3 സവാള, മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ് ഞാൻ എടുത്തത്. 3 സവാളയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള അത്യാവശ്യം ഒന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ. നന്നായിട്ട് കളറൊക്കെ ചെറുതായിട്ട് മാറി വരണം. ഒരുപാട് ഗോൾഡൻ ബ്രൗൺ കളർ ആവണ്ട, എന്നാലും അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടൊന്ന് കളർ ചേഞ്ച് ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഞാനിപ്പോൾ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് സവാള നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. അത്യാവശ്യം കളറ് മാറിയിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് എന്താ പറയുക സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ നമ്മുടെ എരിവ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഇതിലേക്ക് വേറെ മുളക് പൊടിയോ കുരുമുളകോ ഒന്നും ചേർക്കുന്നില്ല. പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 6 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയാണ് എടുത്തത്. അതൊന്ന് മിക്സിയിൽ ചെറുതായി ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റൊക്കെ ഒന്ന് മീഡിയം ലോ ഫ്ലെയിമിലൊന്ന് വഴറ്റിയതിന് ശേഷം 3 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് കുഴഞ്ഞ് കിട്ടണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാനിപ്പോൾ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ അടച്ചിട്ടൊന്ന് 1-2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കുഴച്ചെടുക്കണം. അങ്ങനെ 1 മിനിറ്റൊക്കെ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ അടച്ച് വെക്കാം. എന്നിട്ട് മൂടി തുറന്നിട്ട് ഒന്നും കൂടെ നന്നായി ഇളക്കി കൊടുക്കുക. തക്കാളിയൊക്കെ ചെറുതായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിപ്പം ചിക്കൻ ആയതുകൊണ്ട് നന്നായിട്ട് തക്കാളിയും ഉള്ളിയും ഉടഞ്ഞ് കുഴഞ്ഞ് കിട്ടണം. കാരണം ചിക്കൻ ഒരുപാട് വേവില്ലല്ലോ. അപ്പം ചിക്കൻ ചേർക്കുന്നതിന് മുമ്പേ തന്നെ ഇതൊക്കെ ഉടച്ചതിന് ശേഷം ചിക്കൻ ചേർത്തിട്ട് പിന്നെ വേവിച്ചെടുക്കാം. ബീഫ് ആണെങ്കിലും മട്ടൺ ആണെങ്കിലും അതിൻ്റെ ആ പ്രശ്നം വരുന്നില്ല. ജസ്റ്റ് ഒന്ന് മാളിച്ച് വഴറ്റിയതിന് ശേഷം പിന്നെ ബീഫിട്ട് വേവിക്കുമല്ലോ. എന്തായാലും നമ്മളൊരു 4-5 പീസിലൊക്കെ കൊടുത്ത് വേവിക്കുമല്ലോ. അപ്പോഴത്തേക്കും ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി കുഴഞ്ഞ് വന്നോളും. ഇപ്പം കണ്ടോ, ഒരു 2-3 മിനിറ്റ് ഞാൻ അടച്ചു വെച്ചതിന് ശേഷം തക്കാളിയും ഉള്ളിയും നന്നായി ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള 1 കിലോ ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ നമുക്ക് ബിരിയാണീൻ്റെ പോലെ വലിയ പീസായിട്ടും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതല്ല ചെറിയ ചെറിയ കറി ടൈപ്പിലായിട്ടുള്ളതും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇറച്ചിച്ചോറിനൊക്കെ ചേർക്കുന്നില്ലേ, അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പം കറി ടൈപ്പിലുള്ളതാണ് ചേർത്തത്. കട്ട് ചെയ്തിട്ട് കിട്ടിയത് അങ്ങനെയാണ്, അതുകൊണ്ട് അങ്ങനെ ചേർത്തു. ഇനിയിപ്പം വലിയ വലിയ പീസാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചിക്കൻ ചേർത്തിട്ട് ഞാനിപ്പോൾ നന്നായി മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ചിക്കനൊക്കെയുള്ള വെള്ളം ഇറങ്ങി വരട്ടെ. അപ്പോൾ ഈ സമയം തന്നെ വേറൊരു അടുപ്പിൽ ഞാൻ റൈസിന് വേണ്ടിയിട്ടുള്ള വെള്ളം ചൂടാകാനായി വെച്ചിട്ടുണ്ട്. നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഡബിൾ സൈസിലുള്ള വെള്ളം ചൂടാകാനായി വെക്കാം. ഞാനിപ്പം 3 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അതിന് 6 ഗ്ലാസ് വെള്ളം ചൂടാകാനായി വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 മിനിറ്റ് ഞാനിപ്പം ചിക്കനും ചേർത്ത് നന്നായി മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനി മൂടി തുറന്ന് നോക്കാം. ചിക്കനിന് ചെറുതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ചിക്കൻ വേവാനായിട്ട് കുറച്ച് വെള്ളം ചേർക്കണ്ടേ. അത് ഏത് വെള്ളം എടുക്കേണ്ടതെന്ന് വെച്ചാൽ പുറത്തുനിന്നൊന്നും നമ്മൾ വെള്ളം എടുക്കരുത്. നേരത്തെ ചൂടാക്കാൻ വെച്ച വെള്ളം ഉണ്ടല്ലോ, റൈസിന് വേണ്ടി എടുത്ത് വെച്ച വെള്ളം, ആ വെള്ളത്തിൽ നിന്ന് 1 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പം ബാക്കിയുള്ള വെള്ളമാണ് നമ്മൾ റൈസിനേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് നമ്മൾ ശ്രദ്ധിക്കുക. ഒന്നുകൂടെ പറയാണ്, റൈസിന് എത്രയാണോ വെള്ളം എടുക്കുന്നത് ആ വെള്ളം മാത്രമേ ഈ മസാലയിൽ ചേർത്ത് കൊടുക്കാവൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മസാല ആയിക്കഴിഞ്ഞാൽ ഇതും കൂടെ നമ്മൾ റൈസിൽ ചേർത്ത് കൊടുക്കും. അപ്പം വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആവും. എന്തായാലും മസാലയിൽ കുറച്ച് വെള്ളം ഉണ്ടാവില്ലേ, ആ വെള്ളം കൂടെ ആവുമ്പം ചോറ് വെന്ത് വന്നോളും.
ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെള്ളം ചേർത്തിട്ട് നന്നായി മിക്സ് ആക്കുക. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഒരു വിസിലിന് ഇത് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുന്നുണ്ട്. ചിക്കനാണ്, അപ്പോൾ ഒരുപാട് വിസിൽ വെക്കരുത്, ഒറ്റ വിസിലിന് വേവിച്ചെടുക്കുക. അപ്പോൾ ചിക്കൻ്റെ മസാല ഒരു സൈഡിൽ വെന്ത് വരുന്നുണ്ട്. ഇനിയിപ്പം നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കാം. സാധാരണ നെയ്ച്ചോറ് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. ഒരു വലിയ പാത്രം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഗീയും ഓയിലും ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. അതേ അളവിൽ തന്നെ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു പകുതി സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്ലൈസ് ചെയ്തിട്ടുള്ള സവാള, പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ചേർത്ത് കൊടുത്തിട്ട് സവാള അത്യാവശ്യം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നേരത്തെ നമ്മൾ അളന്ന് വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി 3 ഗ്ലാസ് അരിയാണ് എടുക്കുന്നതെങ്കിലും നമുക്കിപ്പം ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറവായിരിക്കും. എന്ന് വെച്ചിട്ട് എക്സ്ട്രാ വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത് ഒരിക്കലും. കാരണം മസാലയിൽ എന്തായാലും വെള്ളം ഉണ്ടാവും. ആ മസാല നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പം കറക്റ്റ് ആയിക്കോളും. അപ്പോൾ അത് വെച്ച് ടെൻഷൻ ആവണ്ട. നമ്മൾ നേരത്തെ അളന്ന് വെച്ച ആ വെള്ളം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ റൈസിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയിൽ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളീൻ്റെ ഒക്കെ ഇതുണ്ട്, അപ്പോൾ അത് ബാക്കിയുള്ളതും കൂടെ ഞാൻ മിക്സാക്കി അതൊന്ന് ചേർത്ത് കൊടുത്തേ ഉള്ളൂ. വെള്ളം ആ സെയിം വെള്ളം തന്നെയാണ് കേട്ടോ, എക്സ്ട്രാ ഒന്നും എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളം നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ കഴുകി ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ള അരി അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സാക്കി എടുക്കാം. മിക്സാക്കിയതിന് ശേഷം ഞാൻ മുകളിൽ കുറച്ച് മല്ലിയിലേക്ക് ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പം നാരങ്ങ പിഴിഞ്ഞപ്പോൾ ഉപ്പിൻ്റെ അളവ് കുറച്ച് കുറവുള്ളതുകൊണ്ട് ഞാനത് നോക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ വെള്ളത്തിൻ്റെ അളവ് ചെറുതാണ്, കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതിൽ വെള്ളത്തിൻ്റെ അളവ് കുറവാണ്, അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്ന് വെച്ചിട്ട് എക്സ്ട്രാ വെള്ളം പിന്നെയും ഞാൻ പറയുകയാണ് ചേർത്ത് കൊടുക്കരുത്. അടച്ച് വെക്കുക, അതൊന്ന് വെള്ളം വറ്റുന്നത് വരെ വേവിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ്റെ മസാല കണ്ടോ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ചിക്കൻ്റെ നെയ്യൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് ഗ്രേവി ഇല്ലേ, ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ഈ ഒരു വെള്ളം നമ്മൾ ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ നേരെ നെയ്ച്ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പം വെള്ളത്തിൻ്റെ അളവ് കണക്കായിക്കോളും. അതെങ്ങനെയാണെന്നുള്ളത് ഇനി കാണിച്ചു തരാം. ഇപ്പോൾ ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് തൈര് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് തൈര് ഇല്ലാത്തത് കൊണ്ട് നാരങ്ങൻ്റെ നീര് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. നാരങ്ങയുടെ നീരിനെക്കാട്ടിലും ഇങ്ങനെയുള്ള മസാലയ്ക്ക് ഏറ്റവും ടേസ്റ്റ് തൈര് തന്നെയാണ്. നല്ല പുളിപ്പുള്ള 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നിങ്ങൾ തൈര് ചേർത്തോട്ടെ, ഞാനിപ്പം നാരങ്ങ നീരാണ് ചേർത്തത്, നിങ്ങൾ തൈര് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ പട്ടയും ഗ്രാമ്പും ഒക്കെ ചേർത്തത് കൊണ്ട് അതിലേക്ക് എക്സ്ട്രാ ചേർക്കുന്നില്ല. അങ്ങനെ ഒരു 5 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഞാൻ നേരത്തെ വെച്ചത് നെയ്ച്ചോറ്. നമ്മുടെ നെയ്ച്ചോറിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. വെള്ളമൊന്നും ഇല്ല ഇതിൽ, പക്ഷേ തീരെ വെന്ത് വന്നിട്ടില്ല. ഹാഫ് ബോയിൽഡാണ് ഇപ്പോഴും, പകുതിയേ കുക്കായിട്ടുള്ളൂ. ഇനിയിപ്പം ബാക്കി പകുതി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു ചിക്കൻ്റെ ഗ്രേവി ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലേ ബാക്കി കംപ്ലീറ്റ് ആയിട്ട് ഇത് കുക്കായി വരുള്ളൂ. അപ്പോൾ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അരി അങ്ങ് മാറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ചിക്കൻ്റെ ഗ്രേവി ഉണ്ടല്ലോ അത് മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് എല്ലാം ഇട്ടങ്ങ് കുഴച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ടൊന്ന് റൈസ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കി കൊടുത്താൽ മതി. കണ്ടോ, ഇതേപോലെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കരിവേപ്പിലയും ഒക്കെ ഒന്ന് വിതറി കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ നെയ്ച്ചോറ് കംപ്ലീറ്റ് ആയിട്ട് കുക്കായി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ വൈറ്റ് ബിരിയാണി റൈസ്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഇതേ ടൈപ്പിൽ തന്നെ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്ക്. എന്നിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് അഭിപ്രായം എന്തായാലും പറയുക. ഇതിൻ്റെ താഴെ കമൻറ്റായിട്ടോ അതുപോലെ ഫീഡ്ബാക്ക്സ് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ അറിയിക്കാം. ഇനി പുതിയ റെസിപ്പീസായിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ. ടാറ്റാ.